കുടുംബകോടതി വിഷയങ്ങളുമായി ബന്ധപ്പെട്ട പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. വീഡിയോ കാണുന്ന ആർക്കെങ്കിലും കുടുംബകോടതി വിഷയങ്ങളുമായി ബന്ധപ്പെട്ട് എന്തെങ്കിലും സംശയങ്ങളുണ്ടെങ്കിൽ കോൺടാക്റ്റ് ചെയ്യാം. വാട്സപ്പ് നമ്പർ +91 79 94 97 14 19. ഒരു വട്ടം വിളിക്കുവാനുള്ള കൺസൾട്ടേഷൻ ഫീസ് 500 രൂപ ഗൂഗിൾ പേ ചെയ്യാം. കൂടാതെ മെമ്പേഴ്സ് ഓൺലി ആയിട്ടുള്ള വളരെ എക്സ്ക്ലൂസീവ് ആയിട്ടുള്ള കുറേ വീഡിയോസ് നമ്മൾ ചെയ്യുന്നുണ്ട്. ആ വീഡിയോസ് കാണണമെന്നുണ്ടെങ്കിൽ തൊട്ട് താഴെ കാണുന്ന ആ ജോയിൻ ബട്ടൺ പ്രസ് ചെയ്യുക, മെമ്പർഷിപ്പ് എടുക്കുക. മെമ്പർഷിപ്പ് എടുത്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ആ വീഡിയോസ് നിങ്ങൾക്ക് കാണുവാനായിട്ട് സാധിക്കും. മെമ്പർഷിപ്പ് എടുക്കുന്ന അതുമായി ബന്ധപ്പെട്ട് എന്തെങ്കിലും കൺഫ്യൂഷൻ ഉണ്ട് എന്നുണ്ടെങ്കിൽ വാട്സപ്പ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ എങ്ങനെയാണ് മെമ്പർഷിപ്പ് എടുക്കുക എന്നുള്ളതിൻ്റെ ആ വീഡിയോയും നമ്മൾ സൗജന്യമായിട്ട് അയച്ചു തരുന്നതായിരിക്കും. ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ ഡിസ്കസ് ചെയ്യാനായിട്ട് പോകുന്നത് DV ആക്ട് 2005 സെക്ഷൻ 24 എന്ന് പറയുന്ന ഒരു ടോപ്പിക്കിനെ കുറിച്ചിട്ടാണ്. സെക്ഷൻ 24 പറയുന്ന മെയിൻ പോയിന്റ് എന്ന് പറയുന്നത് ഈ DV ആക്ടുമായി ബന്ധപ്പെട്ട് ജുഡീഷ്യൽ ഫസ്റ്റ് ക്ലാസ് മജിസ്ട്രേറ്റ് കോടതിയിൽ എന്തെങ്കിലും കേസുകളുണ്ടെങ്കിൽ ആ കേസുമായി ബന്ധപ്പെട്ട് മജിസ്ട്രേറ്റ് ഏതെങ്കിലും തരത്തിലുള്ള ഒരു ഉത്തരവ് ഇറക്കുകയാണ് എന്നുണ്ടെങ്കിൽ ആ ഉത്തരവിൻ്റെ കോപ്പി സൗജന്യമായി നൽകണം എന്നാണ് പറയുന്നത്. ഈ സൗജന്യമായി നൽകേണ്ടത് ആർക്കെല്ലാമാണ്? ഒന്നാമതായിട്ട് ആരാണോ ഈ കേസിലെ കക്ഷിയായിട്ട് വരുന്നത്, കക്ഷി ഉണ്ടാവും, എതിർ കക്ഷി ഉണ്ടാവും. ഈ രണ്ട് കൂട്ടർക്കും ഇതിൻ്റെ കോപ്പി സൗജന്യമായിട്ട് ലഭിക്കും. കൂടാതെ ഈ DV ആക്ട് പ്രകാരമുള്ള ഈ ഒരു കേസ് മജിസ്ട്രേറ്റ് കോടതിയിൽ റിപ്പോർട്ട് ചെയ്തിട്ടുള്ള പോലീസ് ഓഫീസേഴ്സിന്, ഇൻവെസ്റ്റിഗേഷൻ ഓഫീസേഴ്സിനും ഇതിൻ്റെ കോപ്പി സൗജന്യമായിട്ട് ലഭിക്കുന്നതായിരിക്കും. കൂടാതെ ഡൊമസ്റ്റിക് ഇൻസിഡൻറ്റ് റിപ്പോർട്ട് തയ്യാറാക്കിയിട്ടുള്ള ആരെങ്കിലും വ്യക്തിയുണ്ടെങ്കിൽ ആ വ്യക്തിക്ക് ഇതിൻ്റെ കോപ്പി ലഭിക്കുന്നതായിരിക്കും. കൂടാതെ ഈ കോടതിയുടെ ജുഡീഷ്യൽ പരിധിയിൽ വരുന്ന ഏതെങ്കിലും സേവന ദാതാവിന് ഈ ഒരു കേസുമായി ബന്ധപ്പെട്ട ഏതെങ്കിലും തരത്തിലുള്ള ഉത്തരവുകൾ കിട്ടണമെന്നുണ്ടെങ്കിൽ അവർ അപേക്ഷിക്കുകയാണ് എന്നുണ്ടെങ്കിലും കോപ്പി സൗജന്യമായിട്ട് ലഭിക്കുന്നതായിരിക്കും. ഇനി കോപ്പി കൂടാതെ വേറൊരു പോയിന്റും കൂടി ഉണ്ട്. നമുക്കിവിടെ ട്രൂ കോപ്പി എന്ന് പറയുന്ന ഒരു സംഗതിയുണ്ട്. ഈ ട്രൂ കോപ്പി ആണ് എന്നുണ്ടെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം? അത് 10 രൂപയുടെ സ്റ്റാമ്പ് ഒട്ടിച്ച് കോർട്ട് ആപ്ലിക്കേഷൻ വെച്ചുകൊണ്ട് നമ്മൾ കോടതിയിൽ അപ്ലൈ ചെയ്യണം. അങ്ങനെ അപ്ലൈ ചെയ്യുകയാണ് എന്നുണ്ടെങ്കിൽ നമുക്ക് എന്ത് കിട്ടും? അതിൻ്റെ ട്രൂ കോപ്പി നമുക്ക് ലഭിക്കും. ഈ ട്രൂ കോപ്പി ലഭിച്ചാലുള്ള ഗുണം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ കുടുംബ കോടതിയിൽ ചിലപ്പോൾ ഭാര്യ 500 പവൻ സ്വർണം കിട്ടി എന്ന് ചിലപ്പോൾ എഴുതി വെച്ചിട്ടുണ്ടാവും. എന്നാൽ DV കേസുമായി ബന്ധപ്പെട്ട് വരുന്ന കാര്യങ്ങളിൽ ആ മൊഴി ഓർമ്മയില്ലാതെ വേറെ ഏതെങ്കിലും മൊഴിയായിരിക്കും ഈ സെയിം കാര്യവുമായി ബന്ധപ്പെട്ട് കൊടുത്തിട്ടുണ്ടാവുക. അപ്പോൾ 2 മൊഴികളിലും ഉള്ളൊരു വൈരുദ്ധ്യം അപ്പോൾ അവിടെ ഉണ്ടാവുകയല്ലേ ചെയ്യുന്നത്. ആ വൈരുദ്ധ്യം നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? നേരെ ഒന്നില്ലെങ്കിൽ ഫാമിലി കോടതിയിലേക്ക് കൊണ്ടുപോയി കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ അവൾ പറയുന്ന കാര്യങ്ങൾ നുണയാണ് എന്ന് നമുക്ക് വളരെ ഈസി ആയിട്ട് നമുക്ക് തെളിയിക്കുവാനായിട്ട് സാധിക്കും. അതുകൊണ്ട് തന്നെ കേസുമായി ബന്ധപ്പെട്ട് നിൽക്കുന്ന എല്ലാ കക്ഷികളും അതുമായി ബന്ധപ്പെട്ടുണ്ടാകുന്ന എല്ലാ ഉത്തരവുകളും സൗജന്യമായിട്ട് മേടിക്കുക, അല്ലെങ്കിൽ അതിൻ്റെ സർട്ടിഫൈഡ് കോപ്പിക്ക് അപേക്ഷിക്കുക. സർട്ടിഫൈഡ് കോപ്പിക്കാണ് ഈ പറഞ്ഞ 10 രൂപയുടെ ഫീസ് ചിലവ് വരുന്നത്. ഓക്കെ, അപ്പോൾ ഇത് പറയാനുള്ളൊരു റീസൺ എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ റീസെൻ്റായിട്ട് നമുക്കറിയാം ഒരാൾ ജഡ്ജിയുടെ ഒരു ഓർഡറിൻ്റെ കോപ്പിക്ക് വേണ്ടി കുടുംബ കോടതിയിൽ അപേക്ഷിച്ചപ്പോൾ അത് കിട്ടാനായിട്ട് എന്തോ ഒരു ടെക്നിക്കലായിട്ട് അവരെന്തൊക്കെയോ സംസാരിക്കുകയും അതിനെ തുടർന്ന് ഫ്രസ്ട്രേഷൻ വന്നിട്ട് കോടതിയിൽ അദ്ദേഹം ചില അനിഷ്ട സംഭവങ്ങൾ ഉണ്ടാക്കുകയും എല്ലാം ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ അങ്ങനത്തെ ഒരു സിറ്റുവേഷനൊന്നും ആവശ്യമില്ല. നിങ്ങൾ അപ്ലൈ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ എല്ലാ കോപ്പികളും നിങ്ങൾക്ക് ലഭിക്കുന്നതായിരിക്കും. ഈ ഒരു ഇൻഫോർമേഷൻ യൂസ്ഫുൾ ആയിട്ടുണ്ടെങ്കിൽ തീർച്ചയായും നമ്മുടെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യാം. തൊട്ടടുത്ത് കാണുന്ന ആ ബെൽ ബട്ടണും എനേബിൾ ചെയ്യും. പുതിയൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. ബൈ.